അങ്ങനെ പനി പിടിച്ച ദിവസങ്ങൾ തള്ളി നീക്കി ഞാൻ ജിമ്മിൽ പോയി. ട്രെഡ്മില്ലിൽ ഒരു 10 മിനിറ്റ്സ് നടന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു 1.5 കിലോമീറ്റർ താണ്ടിയാണ് നടന്നു വരുന്നത് ജിമ്മിലേക്ക്. ആഫ്റ്റർ ഒരു 4 സെറ്റ്സ് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കണം അങ്ങോട്ട്. അപ്പം അതിനൊരു സ്റ്റാമിന വേണ്ടേ. വെയിലൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് ആശ്വാസം. എന്തൊരു സമാധാനം. എല്ലായിടത്തും വെള്ളം തന്നെയായിരുന്നു, കാരണം തലേദിവസം മഴ പെയ്തല്ലോ. രാവിലെ പുട്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ പരിപ്പ് തോരനുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചത്. ബിജനം വെച്ച് നിൽക്കുന്ന എൻ്റെ മുടി കണ്ടിട്ട് നോക്കണ്ട. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നോട് ബഹുമാനം തോന്നി അത് എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. എൻ്റെ മുടി എപ്പോഴും അങ്ങനെയാണ്, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ചെറിയൊരു വ്ളോഗാണ്. അപ്പം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇനി മുന്നോട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി കുറച്ച് നേരം വർക്ക് ചെയ്യും, പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ഉണ്ട്, അത് കഴിക്കും. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്തിട്ട് 7-8 ദിവസമായി. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കാൻ സമയമായി. ഞാനൊരു തണ്ണിമത്തൻ എടുത്തുകൊണ്ട് വന്നു. യൂട്യൂബിൽ കണ്ടൊരു ഡെക്കറേഷൻ വീഡിയോ കണ്ടിട്ട് അതിൽ ഇൻസ്പയർ ആയിട്ട് കട്ട് ചെയ്യാൻ പോയതാ. ഇനി ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം അന്ന് ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്നാണ് പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ. സോയാബീൻ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. വിശപ്പിന്റെ വിളി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ബോധം കിട്ടൊരു ഉറക്കമായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പം നേരെ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ആകെ ഒരു കിളി പോയ ഒരവസ്ഥ. പിന്നെ പോയിന്ന് ഫ്രഷായി വന്ന് ഒരു ആപ്പിളും കഴിച്ചു.